ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? ഈശോയുടെ തിരുസന്നിധാനത്തിനരികെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഒരല്പനേരം ഇരിക്കാം. ആകുലപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാൻ കഴിയുമോ എന്ന് ഈശോ നമ്മളോട് ചോദിച്ചു. അതുപോലെ തന്നെ ഏതൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ആ അവസ്ഥയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് ആകുലപ്പെടുമ്പോൾ നമ്മളൊന്നും നേടുന്നില്ല. മറിച്ച് ആ പ്രത്യേക നിമിഷത്തിൽ, ആ പ്രസന്റ് മോമെന്റിൽ എന്താണോ ചെയ്യേണ്ടത് അതുകൂടി നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാതെ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും തമ്പുരാൻ പറഞ്ഞത് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന്. ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ ഇന്നിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈശോയുടെ കാരുണ്യ അതിരേകത്തിൻ്റെ ചുവട്ടിൽ നമുക്കിരിക്കാം. എൻ്റെ ഈശോയെ, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരവും നീ കാണിച്ചു തരും എന്ന് ഉറപ്പോടെ വിശ്വസിക്കാൻ, ഞാൻ വീണു പോകാൻ നീ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പോടെ വിശ്വസിക്കാൻ, എൻ്റെ വലത് കൈ അങ്ങ് താങ്ങിപ്പിടിച്ചിട്ടുണ്ടെന്നും ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയാൻ എനിക്ക് ഒരു നാഥനുണ്ടെന്നുമുള്ള വിശ്വാസം, എന്നെ താങ്ങുന്ന കരത്തിന് ബലമുണ്ടെന്നും ഞാൻ വീണു പോയാലും എന്നെ എഴുന്നേൽപ്പിക്കാൻ ആ കരം ഓടിയെത്തും എന്നുമുള്ള വിശ്വാസം. ജീവിതത്തെ താങ്ങി നിർത്തുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും കണ്ണീരിലൂടെ മാത്രം പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇന്ന് നമ്മുടെ സങ്കടങ്ങൾ ഓരോന്നിനെയും ഒരു പുഞ്ചിരിയാക്കി മാറ്റാം. സമാധാനത്തോടെ നമുക്കായിരിക്കാം. നമ്മൾ തകർന്നു പോകുവാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് പുഞ്ചിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.